കുറച്ചു നേരമായിരിക്കണം അരമുണ്ണിയെ ഞാൻ ഇവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എന്നും രാവിലെ അമ്മയുടെ ഒരു വാള് പയറ്റിയില്ലെങ്കിൽ സുഖാവില്ല. പോവാം. വടകര നമ്പ്യാന്മാരുടെ ഒരു കൂട്ടം നേരത്തെ പോയിന്ന് പാഞ്ചർക്കം പറഞ്ഞു. ഇപ്പോ കാറകളി തുടങ്ങിയിട്ടുണ്ടാവും. സഖാവ് കണ്ണൂര് പോയിന്ന് പറഞ്ഞു. ഇന്നലെ വടകര എത്തി CHന്റെ കൂടെ കൂടി. മാണിക്യം കേസിൽ DYSP മണാലത്ത് അന്വേഷണ ചുമതല ഏറ്റെടുത്തല്ലോ. തണ്ടാരപ്പുര സ്കൂളിലാ പോലീസ് ക്യാമ്പ്. പിന്നെ മുരുക്കുംകുന്നത്ത് അഹമ്മദാജിന്റെ പേര് പറയേണ്ട നാട്ടുകാര്. ഹാജി കുടുങ്ങില്ലേ? കേശവാ, നീ വെറുതെ ആളുകൾ പറയുന്നത് കേട്ട് ഏറ്റുപാടണ്ട. മോഹൻലാല് പെണ്ണ് കെട്ടാൻ പോകുന്ന വിവരം അറിഞ്ഞ് അയാളുടെ എത്ര ലേഡീസ് ഫാൻസാ നിരാശപ്പെടുന്നതെന്ന് അറിയോ നിനക്ക്? കെട്ടാത്ത നടന്മാരെ ആ ലേഡീസിന് ഇഷ്ടം. ലേഡീസിന് മാത്രമല്ല, എല്ലാവർക്കും. പിന്നെന്തിനാ കിട്ടിയത്? അല്ലെങ്കിൽ നിങ്ങൾ മോഹൻലാലും മമ്മൂട്ടി ഒന്നല്ലല്ലോ. ഇപ്പോഴല്ല, നാളെ ചിലപ്പോ ആയിക്കൂടെന്നില്ലല്ലോ. വടകരയില് ഞങ്ങളുടെ നാടകം കാണാൻ വന്ന സിനിമാ പ്രൊഡ്യൂസർ എന്നെ കനത്ത രീതിയിലൊന്ന് നോട്ടോട്ടിരിക്കുകയാണ്. ഒടുവിൽ ഭരണം പിടിച്ചു നിർത്താൻ സ്വന്തം മകനെ വരെ കാട്ടിക്കൊടുക്കേണ്ടി വന്നു അല്ലേ? സ്വന്തം കുടുംബത്തെക്കാൾ വില തന്റെ കരിയറിന് നൽകുന്ന ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനാകാൻ താങ്കൾക്ക് എങ്ങനെ കഴിയുന്നു CM? ഒഞ്ചിയത്തും വടകരയിലും മോർക്കാട്രിയിലും ഏറാമലയിലും നാദാപുരത്തും പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റുകാരെ വെടിവെച്ചു കൊന്ന ചെറുപയർ പട്ടാളത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാനൊരു പാവം വർമ്മ, ദേവൻ, ദേവരാജൻ, ദേവരാജ പ്രതാപ വർമ്മ, ഇവരുടെയൊക്കെ ദേവ്ജി. അത് തെക്കൻ തിരുവിതാംകൂറുമായിട്ട് മോശമല്ലാത്ത ഒരു ബന്ധമുണ്ട് എനിക്ക്. തായ്വഴി അച്ഛൻ വടക്കന, വടക്കെന്ന് പറഞ്ഞാൽ ഉദയനന്റെ നാട്ടിൽ. അങ്ങനെ തെക്കും വടക്കും കൂടെ ചേർന്നപ്പോ ഞാൻ അല്പം വടക്കായി. 1-2 പായയും ഒരു പനമ്പും കുറച്ച് ചൂടിയും പിന്നെ എടുക്കാൻ 2 പറയമാരെയും വേണം. ഒരു തോണി ഏർപ്പാടാക്കണം. ആരും വേണ്ട ശബാനെ. ഞാളെ പെണ്ണിന് ഞാളിന്റെ എടുത്തോളൂ. ഏടേക്ക് അച്ചാലോ ഓക്കെ. ഈ ദുര്യോഗം വന്നേന് ഒരു തുമ്പുണ്ടാക്കി തന്നാ മതി. എന്നാ വേഗം നോക്ക്. ഇപ്പൊ പുറപ്പെട്ട നേരം വെളുക്കുമ്പോ വടകര എത്താം. 18 അടവും തുളിച്ചിട്ട് അമ്മാവനെ ചതിച്ചു എന്നോട് മുടി ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല നിനക്ക്. എന്നിട്ടാ ഈ കാറപ്പിള്ളേരോട് വീരസ്യം കാട്ടണ്. എന്റെ അമ്മാവനെയോ? അല്ലാതെ പിന്നെ ഞങ്ങൾ വടകര നമ്പ്യാന്മാരുടെ അമ്മാവനെ നിങ്ങൾക്കറിയാമെങ്കിൽ ചൊല്ലുൻ. ആരാണ് എന്റെ അമ്മാവനെ ചതിച്ചു കൊന്നത്? ആ 2 തോണിയാത്രക്കിടയിൽ 11 ദിവസത്തെ ദൈർഘ്യം. അത്രയും നാളെ മാണിക്യം പാലേരിൽ ജീവിച്ചിരുന്നുള്ളൂ. വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ KNR മേനോൻ മാണിക്യത്തിന്റെ ശവശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തു. ഡോക്ടർ KNR മേനോൻ ആദ്യമായി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് മാണിക്യത്തിന്റെ ശരീരമായിരുന്നു. അടുത്ത സീസൺ ആവട്ടെ, ഞാനിവിടെ ഒരു കലക്ക് കലക്കും. പല വലിയ സമിതിക്കാരും എന്നെ വിളിച്ചിട്ടുണ്ട്. മാസത്തിൽ 30 ദിവസവും കളിയുള്ളവര്. ഓ, മാസത്തിന് 30 ദിവസം ഉണ്ട്, എനിക്കറിയാം. നീ പോയി കുളിച്ചിട്ട് വന്ന് എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. എന്റെ അമ്മയെ, ഇന്നലെ വടകരയിൽ ഞങ്ങളെ നാടകം കാണാൻ ഒരു സിനിമാ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. ഭാവി എന്താന്ന് പറയാൻ പറ്റില്ലോ. ചിലപ്പോ എന്റെ ചിത്രവും ചോരന്റെ മേലെ വരും. ഈ കവിത ശരിക്കും എഴുതി ആരാന്നറിയാവോ? ഞാൻ PK മോഹനവല്ലി. അല്ല, വടകര സിബിൻ രാജ്. അതാരാ? ദയാൾ. ഓ ഹലോ. വടകര സിബിൻ രാജോ. നല്ല കവിത. വടകര വളവിൽ 60